ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ മനസ്സലിവുള്ള ദൈവം നമുക്ക് അവസരം തരികയാണല്ലോ. ഇന്നത്തെ വചന കേൾവി നമുക്ക് വളരെ അനുഗ്രഹമായിരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ വലിയ ഉണർവ് ദൈവം അയക്കട്ടെ. നിരാശകൾ മാറ്റട്ടെ. പ്രത്യാശ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കട്ടെ. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന തടസ്സങ്ങളെ മാറ്റട്ടെ. ഇതെല്ലാം ദൈവവചന കേൾവി കൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ തിരുവചന കേൾവിക്കായി ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ തിരുമുമ്പാകെ ഇരുന്നു കൊണ്ട് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും എല്ലാം ദൈവത്തിന് കരയറ്റുന്നു. സർവശക്തനായ ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എങ്കിലും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മഹാദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ആവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാം വാക്യമാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾ ജീവിച്ചിരിക്കണം, നിങ്ങൾക്ക് നന്നായിരിക്കണം, നിങ്ങൾ ദീർഘായുസ്സോടിരിക്കണം. ദൈവവചനത്തിൻ്റെ ആഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതാണല്ലോ വചനത്തിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. എന്താണ് ദൈവത്തെ അറിഞ്ഞ, ദൈവമറിഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആശ, ദൈവത്തിൻ്റെ ആഗ്രഹം എന്നതാണ് ബൈബിളിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വാക്യങ്ങളിലും കാണാൻ കഴിയുന്നത്. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നൊരു വാക്കുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്കാണ്. എൻ്റെ പേര്, എൻ്റെ അഡ്രസ്സ്, എൻ്റെ ആധാർ നമ്പർ ഒന്നും ബൈബിളിൽ കാണുകയില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും പുതിയ നിയമത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി എന്നെ തന്നെ പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെക്കുറിച്ചുള്ളതായി മാറും. അത് നിങ്ങൾക്കറിയാമോ? ബൈബിൾ മേടിച്ച് വീട്ടിൽ വെച്ചാലല്ല, ഒരു ക്രിസ്ത്യാനിയുടെ തലമുറയായിട്ട് ജനിച്ചാലല്ല, ക്രിസ്തീയ പേര് നമുക്ക് രജിസ്റ്ററിൽ കിടക്കുന്നത് കൊണ്ടല്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാമെന്ന് നാം പ്രതിഷ്ഠയെടുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം എന്നെക്കുറിച്ചുള്ളതായി മാറും. അതാണ് പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഈ കാണുന്ന ബൈബിളിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ എന്നെക്കുറിച്ചും എനിക്കുള്ളതുമായി മാറണമെങ്കിൽ നാം ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ദൈവം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണം. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവരെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനേക്കാൾ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്താഗതിയേക്കാൾ ഭയങ്കരവും വലുതുമാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാനുകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ. അത് ഇതിനകത്ത് നമ്മൾ പെറുക്കിയെടുത്താൽ എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിലൊരു ചെറിയ ഏട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ആഗ്രഹിക്കുന്നു നീ ജീവിച്ചിരിക്കണം. ദൈവത്തിൻ്റെ ഭക്തൻ സ്വർഗത്തിലെത്തണം, ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഇതൊക്കെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. പൗലോസ് പറഞ്ഞില്ലേ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് അഭിവാഞ്ച, എനിക്കിഷ്ടം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ ജീവനോടിരിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം. ജരാനരകളും പ്രായവും ക്ഷീണവും ദൈവത്തിന് അതിനും കാലവും നിശ്ചയിച്ച ദൈവം ഈ മണ്ണിൽ നിന്ന് നാം മടങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ ഒരു കാലാവധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിക്കണം. പ്രാർത്ഥിക്കുന്നവർ ജീവിച്ചിരിക്കണം.
ദൈവത്തെ വിശ്വസിക്കുന്നവർ ജീവിച്ചിരിക്കണം, ഭക്തന്മാർ ജീവിച്ചിരിക്കണം, ദൈവത്തെ അനുസരിക്കുന്നവർ ജീവിച്ചിരിക്കണം, ദൈവത്തെക്കുറിച്ച് പറയുന്നവർ ജീവിച്ചിരിക്കണം. അവരെല്ലാവരും കൂടി ഇവിടെ നിന്ന് പോയാൽ ഇവിടുത്തെ താളം മുഴുവൻ തെറ്റും. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു, എന്തൊക്കെ ഇവിടെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കാത്ത ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കടലിൽ കപ്പൽ തകർന്ന് പലകകളിൽ പിടിച്ച് നീന്തി മെലീത്ത ദ്വീപിലെത്തിയപ്പോൾ അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ നടന്ന സാഹചര്യത്തിൽ അവിടത്തുകാർ പറഞ്ഞൊരു വാക്കുണ്ട്, നീതിദേവി ഇവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 27 ആ വാക്ക്. അപ്പം ജീവിച്ചിരിക്കാൻ സമ്മതിക്കാത്ത പ്രശ്നങ്ങൾ, വഴിത്തലക്കൽ വെച്ച് പട്ടുപോകാൻ, ജീവിതത്തിൻ്റെ മധ്യത്തിൽ വെച്ച് മരണം നമ്മളെ തഴുകി വിളിക്കാൻ, നമ്മൾ മടുത്തിട്ട് തന്നെത്താൻ ഇല്ലാതാകാൻ ഒക്കെയുള്ള പല പല പരിപാടികൾ സംഭവിച്ചേക്കാം. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെക്കുറിച്ചുള്ള ഹിതം പറയുന്നു, ജീവിച്ചിരിക്കണം. എത്ര വയസ്സുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ജീവിച്ചിരിക്കണം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ വീടിന് നല്ലത്. ചിലപ്പോഴൊക്കെ ചിലരുടെ പ്രവൃത്തി കൊണ്ട് പറഞ്ഞേക്കാം, ഇയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ കുടുംബത്തിന് ഗതി വരികയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ ദോഷവശം കൊണ്ടും നാട്ടിൽ പച്ചയ്ക്ക് പറയുന്ന ആളുകൾ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഈ പിള്ളേർ ഗതി പിടിക്കണമെങ്കിൽ ഇയാൾ ചാവണമെന്ന് ആ നാട്ടുകാർ പറയുന്നതാണ്, ഞാനൊരു വാക്കുണ്ടാക്കി പറയുന്നതല്ല. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം ആൾ നന്നാവുമ്പോൾ പറയും, നിൻ്റെ മക്കൾക്ക് നല്ലത് നീ ജീവിച്ചിരിക്കുന്നതാ, നിൻ്റെ സഭയ്ക്ക് നല്ലത് നീ ജീവിച്ചിരിക്കുന്നതാ. നീ ജീവിച്ചിരിക്കണം. ജീവിച്ചിരുന്നാൽ മാത്രം പോരാ, നിനക്ക് നന്നായിരിക്കണം. ചിലർ ജീവിച്ചിരിക്കുന്നു, പക്ഷേ നന്നായിരിക്കുന്നില്ല. ഇന്ന് ആ വാക്കിനെ നമുക്കൊന്ന് മുറുകെ പിടിക്കാം, അതൊന്ന് ശ്രദ്ധിക്കാം. കർത്താവെ, ഞാൻ ജീവിച്ചിരിക്കുന്നു, പക്ഷേ എനിക്ക് നന്നായിരിക്കുന്നില്ല. നന്നായിരിക്കുക എന്നുള്ള വാക്ക് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ജീവിതമൊക്കെ ബെസ്റ്റായിരിക്കുക. എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുകയും എൻ്റെ ജീവിതം എനിക്ക് കയ്പാകുകയും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും, എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അങ്ങനെ തോന്നുന്ന പലരും ഉണ്ടെന്ന് എനിക്കറിയാം, പുറത്ത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറ, എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുക മാത്രമല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നത് നന്നായിരിക്കണം. നന്നായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ജീവിച്ചിരിക്കുകയല്ല, ഈ മണ്ണിൽ നന്നായിരിക്കണം. നന്നായിരിക്കും എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിക്കാതെ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ചിത്രം തെളിയുന്നുണ്ടല്ലോ. ഒരു കുടുംബമായി നിങ്ങളായിരിക്കുന്നെങ്കിൽ, ഗ്രഹനാഥനായിരിക്കുന്നെങ്കിൽ, ഭാര്യയായിരിക്കുന്നെങ്കിൽ, മക്കളായിരിക്കുന്നെങ്കിൽ, ആരുമാകട്ടെ, ആ പദവിയിൽ നിങ്ങൾ നന്നായിട്ടാണോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയാണോ? ആ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ 100% സക്സസ് ആണോ? നന്നായിട്ടാണോ ഇരിക്കുന്നത്? അതെയോ നിങ്ങൾ ഭാരത്തിലും ഞെരുക്കത്തിലുമാണോ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായി പറയണം. അഥവാ നിങ്ങൾ നന്നായി അല്ല ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു മനസ്താപം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ഈ വാക്യം വെച്ച് പറയണം, നാഥ, ഞാൻ ജീവിച്ചിരിക്കുന്നു, പക്ഷെ നന്നായിട്ടല്ല ഇരിക്കുന്നത്. ആ വാക്കിൻ്റെ സുതാര്യമായിരിക്കുന്ന, സന്ദർഭോചിതമായിരിക്കുന്ന അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണേ. നമ്മുടെ മുഖത്ത് നോക്കിയാൽ, വസ്ത്രധാരണം കണ്ടാൽ, നമ്മുടെ വീട് കണ്ടാലൊന്നും പറയില്ല. അതൊന്നുമല്ല നന്നായിരിക്കുന്നതിൻ്റെ ഘടകം. മനസ്സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനപൂർണതയോടെ ജീവിതത്തിൻ്റെ ദൈവം അനുവദിച്ച സുഖവും സന്തോഷമൊക്കെ അനുഭവിച്ച് അങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതൊരു നന്നായിരിപ്പല്ലല്ലോ. ദൈവത്തോട് പറയണം, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പുസ്തകത്തിൽ ഞാൻ കണ്ടു, നന്നായിരിക്കണമെന്ന്. പോരാ, മൂന്നാമത്തെ പടി ദീർഘായുസ്സോടിരിക്കണം. പഴയ നിയമഭാഗത്തെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദീർഘായുസ്. മനുഷ്യൻ ദീർഘായുസ്സോടിരിക്കണം. അവൻ കാണേണ്ടതൊക്കെ, ആയുസ് ദീർഘിപ്പിച്ച് കിട്ടിയെങ്കിലേ കാണേണ്ടതൊക്കെ കാണാൻ പറ്റുള്ളൂ, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ, നാം ജീവിച്ചിരിക്കുന്നതിന് തടസ്സമായി, നന്നായിരിക്കുന്നതിന് തടസ്സമായി
ദീർഘായുസ്സോടിരിക്കുന്ന തടസ്സമായി. രോഗമോ പ്രശ്നമോ പിശാചോ ഏതെങ്കിലും വിധത്തിൽ നമ്മെ നോട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സാണ് ഈ പറയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ദീർഘായുസ്സോടിരിക്കണമെന്നാണല്ലോ ദൈവത്തിൻ്റെ വാക്ക്. പക്ഷെ എൻ്റെ ദീർഘായുസ്സിനെ ബാധിക്കുന്ന ഏതോ രോഗം, ഏതോ പ്രശ്നം എന്നെ സ്പർശിച്ചിട്ടുണ്ട്. ദൈവമേ, ഈ വാഗ്ദത്തം ഓർക്കണേ. നന്നായി ജീവിക്കണമെന്നാണല്ലോ ദൈവത്തിൻ്റെ വാഗ്ദത്തം. പക്ഷെ എനിക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്നില്ല. അപമാനം, നിന്ന, കടഭാരം, ഞെരുക്കം, ചോദ്യം ചെയ്യപ്പെടൽ, ഇതൊക്കെയാണ് പലപ്പോഴും. എൻ്റെ മനസ്സ് വേട്ടയാടപ്പെടുന്നു. നിനക്കെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ? നന്നായിരിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് പറ, നന്നായിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല കർത്താവേ. ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്ന് പലപ്പോഴും മനസ്സിൽ കിടന്ന് തേങ്ങുക. അങ്ങനെയൊക്കെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർ ഈ വാക്യം ബൈബിൾ നിവൃത്തിയൊന്ന് വായിച്ചേ. എന്നിട്ട് 3 വാചകങ്ങൾ അടിവരയിട്ടെ. എന്നോടുള്ള, ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കില്ല, ഇത് എന്നോടുള്ള, എന്നെക്കുറിച്ചുള്ള വാക്കാണ് എന്നൊന്ന് വിശ്വസിച്ചേ. എന്നിട്ട് പ്രാർത്ഥിച്ചേ. ദൈവപ്രവൃത്തികൾ നമുക്ക് കാണാം. ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മനസ്സ് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം ഞങ്ങൾ അറിയുന്നു വചനത്തിലൂടെ. ഇത് ഞങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ അങ്ങയുടെ ഭക്തന്മാർക്കും ദൈവമക്കൾക്കും ലഭിക്കട്ടെ. അവർ ജീവിച്ചിരിക്കട്ടെ, അവരെപ്പോഴും നന്നായിരിക്കട്ടെ, അവർ ദീർഘായുസ്സോടിരിക്കട്ടെ. അതിനവസരം ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.